എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വൈഫിനെയും അമ്മയും കേൾപ്പിച്ചു. അപ്പം വൈഫ് പറഞ്ഞു, അച്ചാച്ചാ ഇത് വേണോ, ആദ്യം ചോദിച്ചതാ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമാണ്, നമുക്ക് നോക്കാം. പിന്നെ അവള് കൂടെ വന്നു. അവളും തന്നെ അത് എൻ്റെ മൊബൈലിലാണ് ഞാൻ ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചത്. പിന്നെ ഒരു പേപ്പറിലൊക്കെ എഴുതിയാക്കി റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മയെ കേൾപ്പിച്ചു. അമ്മ കേൾപ്പിച്ചു പറഞ്ഞു, മോനെ ഇത് നല്ലതാണ്, വരികൾ നല്ലതാണ്. അതിനകത്ത് നമ്മൾ കണ്ണടച്ചിരുന്ന് കേട്ടാല് ഉണ്ണിയേശുവിന്റെ ഒരു ജനനം കാതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു കഥ പോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇത് പ്രത്യേകിച്ച് അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചപരമായിട്ടും മറ്റുമൊക്കെ ഭയങ്കര ആക്റ്റീവ് ഉള്ള ഒരാളാണ് നാട്ടിലൊക്കെ. ഇപ്പം ഇവിടെ വന്നപ്പോഴേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ. എന്നാലും ഞങ്ങൾ ഇവിടെ മർത്തോമപ്പള്ളിയിൽ നല്ല ആക്റ്റീവാണ്. അമ്മയും കൂടെ ഇത് പറഞ്ഞപ്പം എനിക്ക് ഇച്ചിരി കൂടെ ഇതായി, എന്തായാലും ഇത് ചെയ്യണം. പക്ഷെ സമയങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നവംബർ മാസം എത്തി. ഞാനിത് ഓൾറെഡി എഴുതി തയ്യാറാക്കി, എൻ്റെ മൈൻഡിലെ ട്യൂൺ സെറ്റാക്കി. പിന്നീട് എനിക്ക് ഈ പാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ കുഞ്ഞുങ്ങളുടെ അപ്പന്മാര്, അവരുടെ കുടുംബം, ഇവരെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് വന്നു. അപ്പൊ ഇവരുടെയൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഫ്രീ ടൈമിൽ പോയിട്ടൊന്ന് പാടി കേൾപ്പിക്കുമ്പോൾ അവരെല്ലാം പറയാം നല്ലതാണ്, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയാം. അങ്ങനെ പാടി പിന്നെ ഞങ്ങൾ വീടുകളിൽ ഓരോ ദിവസവും ടൈം കിട്ടുമ്പം കൊട്ടിപ്പാടി നോക്കുന്നു. എൻ്റെ മോള്, നമ്മുടെ ഒരു സുഹൃത്ത് അജിത്തിന്റെ മോള്, പിന്നെ ബിനു എന്ന് പറയുന്ന ഒരാളുടെ മോള്, പിന്നെ ലിജോയുടെ മോള്, അങ്ങനെ 4 കുട്ടികളെ നമ്മളത് സെറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഉഷാന്താണ് ആ പാട്ട് മെയിനായിട്ട് ലീഡ് ചെയ്ത് പാടിയത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് അപ്പോഴേ ഇനി ഇതിന് ഒത്തിരി കടമ്പകളുണ്ട്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് നമ്മൾ വലിയൊരു ഇതാക്കാതെ ചുമ്മാ നമ്മള് ഈ കൂട്ടുകാരുടെ കൂട്ടിരുന്ന് തമ്പാറടിച്ച് സൈഡ് ഡ്രം അടിച്ച് പാടി പോകാം എന്ന് വിചാരിച്ചു. പക്ഷെ മറ്റ് പലരുടെയും അഭിപ്രായ പ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യണ്ട, ഇച്ചിരൂടെ ഇതിനെ സെറ്റപ്പ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റുഡിയോ സെർച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രജോദ് മാഷിന്റെ സ്റ്റുഡിയോ സെറ്റായി. അത് സെഞ്ചിലുള്ള. അങ്ങനെ സാറിനെ വിളിച്ച് സംസാരിച്ച് അവിടെ പോയിട്ട് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അവിടെ ലൈവ് റെക്കോർഡിങ് ചെയ്തു. പക്ഷെ അതിനു മുമ്പ് എടുത്തു പറയേണ്ടത്, എനിക്കിതിനെ മ്യൂസിക് ചെയ്യണം. അപ്പൊ ഇവിടെ ഒക്കെ ചോദിച്ചപ്പം എക്സ്പെൻസ് ആണ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് ആണ്, ഒത്തിരി ഇതിന് ഇറക്കാനായിട്ട് ഫണ്ടില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ റാന്നിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയില് ലിവിങ് സ്റ്റുഡിയോ എന്ന് പറയും. അവിടെ അയച്ചു കൊടുത്തു. അവിടുത്തെ ആള് എനിക്ക് അതിന്റെ ഒരു മ്യൂസിക്, അതായത് ഒരു ട്രാക്ക് സെറ്റ് ചെയ്തതെന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരൂടെ ഈസിയാണ് പാടാൻ. നമ്മൾ കൊട്ടിപ്പാടുന്നതിലും എളുപ്പമാണ്. അങ്ങനെ ട്രാക്ക് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ പ്രജോദ് മാഷിന്റെ അടുത്തേക്ക് പോയി. പ്രജോദ് മാഷിന്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ഈ ടീം പോയിട്ട് 3 കോറസും ഒരു ലീഡ് സിംഗുമാണ്. ഞങ്ങൾ ലൈവായിട്ട് അവിടെ നിന്ന് അത് പാടിയെടുത്തു. സാറ് പറഞ്ഞു, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ സാറിന്റെ നല്ല സപ്പോർട്ടാണ്, മാഷിന്റെ നല്ല സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിത് കേൾക്കുമ്പോഴെല്ലാം നല്ലപോലെ ആൾക്കാർ പിന്നെയും പുതിയൊരാളെ കേൾപ്പിക്കുമ്പോൾ അവർ പറയുന്നത് രസമുണ്ട്, കേൾക്കാൻ നല്ലതാണ്. പിന്നെയും നമ്മളിങ്ങനെ അതിന്റെ അടുത്ത ദിവസങ്ങളിലേക്ക് കടന്നു. നമുക്ക് ഇത് കിട്ടി, നാട്ടിലെ സ്റ്റുഡിയോയിൽ അയച്ചു കൊടുക്കുന്നു. അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയായി കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ വോയിസ് എടുത്തു, നാട്ടിലെ ട്രാക്കും എല്ലാം കൂടെ സെറ്റായി കഴിഞ്ഞപ്പോഴും അതിനകത്ത് ഒരു ചെറിയ പ്രശ്നം പറ്റി. നമ്മള് ലൈവായിട്ട് കുട്ടികളുടെ ഒരു ലാലല എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. കുട്ടികളുടെ പാടിക്കാനായിട്ട് അന്നേ ദിവസം എൻ്റെ മോൾക്ക് പനി, അവൾക്ക് ഒട്ടും തോട്ടെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിന്റെ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് അവർക്കും ഓരോരോ തിരക്കുകൾ, പള്ളി കാര്യങ്ങൾ. അങ്ങനെ ആയി കഴിയുമ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യും? കാരണം ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികളുടെ ആ ഒരു വേവ് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ മാഷിനോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക് അവിടെ ചെയ്തു. ഇൻ കേസ് ഇത് നടന്നില്ലെങ്കിലും ഞങ്ങൾ ലൈവ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ തന്നെ അവിടെ ലാലല ഒരു പോർഷൻ ഇട്ടിറങ്ങി. ഇൻ കേസ് ഇത് നടന്നില്ലെങ്കിൽ അത് കയറ്റി വിടാമല്ലോ. അങ്ങനെ നാട്ടിലെ ലിവിങ് സ്റ്റുഡിയോയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് ആ പോർഷൻ ആക്കി ഇതാ, ഞാൻ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചോളാം.
അവര് കുറെ ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അപ്പം നവംബർ ലാസ്റ്റായി. എനിക്ക് എങ്ങനെയും 1-ാം തീയതി ഇത് ഇറക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് യൂസ് ഇല്ല. കാരണം നമ്മുടെ ഒരു ക്രിസ്മസിന്റെ ഒരു വൈബ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത് കണ്ടിന്യൂസ് പോകണം. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എങ്ങനെയും ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് പുള്ളി പറഞ്ഞു ഞാൻ 2 കുട്ടികളെ ഒരിടത്തൊന്ന് വരുത്താം, അവർക്ക് ഓട്ടോ കാശെങ്കിലും കൊടുക്കണം. ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 കുട്ടികൾ വന്ന് പാടി. ആ കുട്ടികൾ അവര് പാടിയതാണ് അവിടെ കേട്ടത്, പക്ഷെ ഞങ്ങളുടെ കുട്ടികളാണ് അത് ആക്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ എല്ലാവരുടെയും ടൈമിങ് നോക്കുന്നില്ല. അങ്ങനെ എൻ്റെ മൈൻഡിൽ അന്നേരം തോന്നി പെട്ടെന്ന് നമുക്ക് കലവറയുടെ ഹാളിങ് എടുക്കാം. അവിടെ തന്നെ ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഒരു സെറ്റ് ഇട്ട് അവിടെ തന്നെ ഞങ്ങൾ ലൈവ് ഷൂട്ട് ചെയ്ത് അങ്ങനെ സംഭവം ഏകദേശം 27-ാം തീയതി നവംബർ ആയപ്പോഴത്തേക്ക് സംഭവം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു ഐഡിയ ആയി. പിന്നെ വേണ്ടിയത് ഇനി എഡിറ്റിങ്ങും മിക്സിങ്ങും പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ മറ്റു പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവിടെയും ആകുന്നുണ്ട്. ഇച്ചിരി 25-30 അടുത്ത് വരുന്നുണ്ട്. പിന്നെ തന്നെത്താനിരുന്ന് എഡിറ്റ് ചെയ്തു. VN സോഫ്റ്റ്വെയർ എടുത്ത് മൊബൈലിലിരുന്ന് തന്നെത്താനങ്ങ് എഡിറ്റ് ചെയ്തു. അതിനകത്ത് സപ്പോർട്ടായിട്ടുള്ള ബിനു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ അത് റിലീസായി. 30 അതായത് നവംബർ 1-ാം തീയതി മോർണിംഗ് ആയപ്പോഴത്തേക്ക് അത് വെളിയിലിറങ്ങി.